മനുജ, അഫാനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് നമ്മൾ വീണ്ടും കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം അഫാന്റെ അഡ്വക്കേറ്റ് നമ്മൾ എല്ലാ പ്രാവശ്യവും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അഫാന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, കേരളക്കര അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അധികം നമ്മുടെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാത്തൊരു വിഷയം കൂടി ആയതുകൊണ്ട് തന്നെ അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. എന്താണ് അഫാനിനി നടക്കാൻ പോകുന്നത്, സംഭവിക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റിനെ വിളിച്ചു. അപ്പോഴാണ് ഒരു നേരിയ പുരോഗതിയുണ്ട്, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പോകുന്നു എന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം പറയുന്നത്. ഇപ്പോൾ മാറ്റിയെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹം മെഡിക്കൽ കോളേജിൽ പോയി സന്ദർശിച്ചിരുന്നു. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നവയാണ് എന്നുമായിട്ട് സംസാരിച്ചത്. അപ്പോൾ പറഞ്ഞത് പഴയ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. അതായത് അഫാന് ആ സംഭവം നടന്ന ദിവസം, അതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളൊന്നും ഓർമ്മയില്ല എന്നാണ് പറയപ്പെടുന്നത്. പേര് വിളിക്കുമ്പോൾ കേൾക്കുന്നുണ്ട്, കണ്ണു തുറക്കുന്നുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അന്ന് നടന്ന ആ കൊലപാതകം നടത്തിയതെന്തോ അതിനെക്കുറിച്ചൊന്നും ഓർമ്മയില്ല എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ICUയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് പുരോഗതി ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് അഡ്വക്കേറ്റിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. കേരളക്കര ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവർ വിചാരിച്ചൊരു കാര്യമായിരിക്കണമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും ഏറെ ക്രൂരകൃത്യമാണ് അഫാൻ ചെയ്ത് കൂട്ടിയത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇപ്പം നിയമവശം എന്നൊക്കെ നോക്കിയാൽ പോലും അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ മാനുഷികപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ കടുത്ത ശിക്ഷ തന്നെ അഫാന് കിട്ടണം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഭൂരിഭാഗവും നമ്മളടക്കമുള്ളവർ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു വാർത്ത ഇത് എങ്ങനെയാണ് കേരളം, അതായത് നമ്മുടെ മലയാളികളെല്ലാം തന്നെ, കാരണം അത്രയും വൈകാരികമായിട്ടാണ് വെങ്ങാറമൂടിലെ 5 കൊലപാതകങ്ങൾ നമ്മൾ കേട്ടിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മലയാളികൾ എങ്ങനെയാണ് ഇത് സ്വീകരിക്കുക എന്നാണ് അറിയേണ്ടത്. ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം, അഫാൻ ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട്. അഫാൻ പഠിച്ച കള്ളനാണ് ശരത്. അഫാൻ അങ്ങനെ ഒരു പാവമൊന്നുമല്ല. അവൻ എന്താ പറയുക, പൊട്ടൻഷ്യൽ ക്രിമിനലാണ്, അവൻ എസ്റ്റാബ്ലിഷ്ഡ് ക്രിമിനലാണ്. അവൻ ചെയ്തത് ക്രൈമാണ്. ഒരിക്കലും ചെയ്യാൻ പറ്റാതെ ഒരാളെ കൊല്ലുക എന്നതിനേക്കാൾ ഉപരി മൃഗീയമായി കൊന്നു കളഞ്ഞൊരു മനുഷ്യമൃഗമാണ് അഫാൻ. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അഫാനെ ഇനി മാനസിക ആരോഗ്യ വിദഗ്ധനെ കൊണ്ട് പരിശോധിപ്പിക്കണം. അഫാന് വിഷാദരോഗമുണ്ട്, അഫാന് കുറേയധികം പ്രശ്നങ്ങളുണ്ട്, ഓർമ്മയില്ല എന്നൊക്കെ അഫാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം സത്യമുണ്ടെന്നാണ് ഞാൻ വ്യക്തിപരമായി ആലോചിക്കുന്നത്. കാര്യം അഫാൻ ഒരു ട്രസ്റ്റ്വർത്തി അല്ല. അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ നുണയാണ്. അയാൾ ജീവിതത്തിൽ കാലത്തിലുടനീളം അയാൾ നുണ മാത്രം പറഞ്ഞ് പണിയെടുക്കാതെ ജീവിച്ച് മറ്റുള്ളവരുടെ പൈസയാൽ നടന്ന ഒരാളാണ് അഫാൻ. ചെറിയ പ്രായമാണ്, ഒരു പക്ഷേ നമ്മുടെയൊക്കെ അടുത്തുള്ള ഏജ് മാത്രമേ ഉള്ളൂ അഫാൻ ആ ചെറിയ പ്രായത്തിൽ അച്ഛനെയും അമ്മയും ഒക്കെ സഹായിച്ച് അനിയനെയും നോക്കി കടബാധ്യതകളെ, അമ്മ മസ്തിഷ്കത്തിൽ അവർക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കുടുംബത്തിന് താങ്ങും തണലും ആവേണ്ട ആളായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ ഈ ലോൺ എടുത്തും എന്താ പറയുക, ചെറിയ ഫിനാൻഷ്യൽ ആപ്പുകളിൽ നിന്നും ലോണുകൾ എടുത്തും നാട്ടുകാരുടെ പണം കടം വാങ്ങിയും സ്വന്തം പെൺസുഹൃത്തിൻ്റെ സ്വർണം കൊണ്ട് പണയം വെച്ചും അങ്ങനെ ഫ്രോഡ് കളിച്ച് നടന്നിരുന്ന ഒരാളാണ് അഫാൻ. അതായത് ഇല്ലാത്ത പൈസയ്ക്ക് വരുമാനത്തെക്കാൾ വലിയ വരുമാനമില്ലാതെ ചെലവുകൾ മാത്രം, അത് ലക്ഷറിയസ് ജീവിതവും ജീവിച്ചിരുന്ന അഫാന് കാരണം അവിടെ നിന്ന് അവനെന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ തന്നെ തിരിച്ചറിയേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ശരത്തിന് മുൻപേ വക്കീലിനോട് സംസാരിച്ച അഫാൻ അങ്ങനെ വിഷാദരോഗമൊന്നും ഇല്ല, അഫാന് പ്രശ്നമില്ല, പുറത്തിറങ്ങണമെന്നാണ് അഫാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞൊരു അഫാൻ ഇപ്പോൾ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. മാത്രമല്ല ചികിത്സിച്ച ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത്, പോലീസ് ഒരു മൊഴി എടുത്തിട്ടില്ല, കാര്യം കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്, ബാക്കിയുള്ള പ്രൊസീഡിങ്സ് എല്ലാം നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് അഫാന് തലച്ചോറിനോ അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങൾക്കോ കാര്യമായിട്ടുള്ളൊരു പ്രശ്നമില്ലെന്നാണ്. അയാൾക്ക് അതല്ലാതെ ഉണ്ടാവുന്ന മാനസികാഘാതങ്ങൾ എന്തെങ്കിലും സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് പറയാറായിട്ടില്ല. എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് അഫാൻ ഈ വിഷയത്തിൽ അങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മുതലേ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ അഫാന്റെ ആരോഗ്യസ്ഥിതി നമ്മളെപ്പോലെ തന്നെ കേരള ജനതയും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നാളെ ഒരു കാലത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ വേറെ ആരും ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യണമെന്നില്ല. കാരണം എനിക്കൊന്ന് 1-2 ചാനലുകൾ മാത്രമായിരിക്കും അത് ഫോളോ അപ്പ് ചെയ്യുന്നത്. പക്ഷെ അതിനൊരു വാർത്താ പ്രാധാന്യം കൊടുക്കുന്നില്ല. നമ്മൾ ഇതിനകത്ത് പോയാൽ മാത്രമേ അവസാന ശിക്ഷയും നമുക്ക് എന്താണ് അഫാന് കിട്ടേണ്ടത് അതൊക്കെ നമ്മളിലൂടെ ചിലപ്പോൾ കഴിയും എന്ന് വിശ്വസിക്കും. കാരണം അത്രയും ഏറെ ആളുകൾ നമ്മുടെ വീഡിയോയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മാതൃകാപരമായിട്ട് ഓരോ ഇതുമായിട്ട് ബന്ധപ്പെട്ട അഫാന്റെ ആരോഗ്യസ്ഥിതി നമ്മൾ കൃത്യമായി പറയേണ്ടതുണ്ട്. ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് വന്നിട്ട് പറയുകയാണ് അഫാൻ ഇപ്പോൾ മാനസികപരമായിട്ട് പ്രശ്നങ്ങളുണ്ട്, അതിന്റെ ഇളവുകൾ കൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെട്ടു എന്ന് വന്നാലും അത്ഭുതപ്പെടാനില്ല. കാരണം നമുക്ക് നമ്മുടെ നിയമ വ്യവസ്ഥകളെല്ലാം തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ തന്നെ അഫാന് കുടുംബത്തിന് നീതി ലഭിക്കണം എന്ന പോലെ തന്നെ അഫാന് വേണ്ടിയും നിലകൊള്ളുന്നൊരു ഇത് നമുക്ക് നിയമവ്യവസ്ഥകളൊക്കെ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് കൃത്യമായിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ ഒരിക്കലും നേരത്തെ പറയുന്ന പോലെ തന്നെ അഫാന് വേണ്ടി
അല്ലെങ്കിൽ അഫാൻ ഇനി പുറത്തിറങ്ങുമ്പോൾ അപ്പൊ അഫാന്റെ കാര്യം നമ്മൾ അനാവശ്യമായിട്ട് പരാമർശിക്കുന്നു എന്നുള്ള രീതിയിലൊന്നും അല്ല. ഇവിടെ പറയേണ്ടത് അഫാന് ഇവിടെ ലഭിക്കേണ്ടത്, അതായത് ആ കുടുംബത്തിന് നീതിക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. അഫാൻ എന്താണോ തെറ്റ്, നമ്മൾ അത്രയൊന്നും മറക്കില്ല. സ്വന്തം അമ്മയെ, സ്വന്തം അമ്മുമ്മയെ, അതുപോലെ തന്നെ മറ്റ് എല്ലാവരും തന്നെ കാമുകി എല്ലാം തന്നെ അത്രയേറെ ദുഷ്കരമായിട്ടാണ്, അതായത് നമ്മൾ കേട്ടാൽ അടയ്ക്കുന്ന രീതിയിലാണ് കൊന്നു തള്ളിയത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് അവൻ അങ്ങനെ ഒരു എന്താ പറയാ വിഷാദ രോഗം കൊലപാതകം അല്ലെ ഇപ്പം കൊല്ലുക എന്ന ലക്ഷ്യമാണെങ്കിൽ ഇത്രയേറെ രീതിയിൽ പോകേണ്ടതില്ല. അപ്പം ഒരാളെ എത്രത്തോളം കൊല്ലം ഏറ്റവും പീഡിപ്പിക്കപ്പെട്ട രീതിയിൽ എത്ര രീതിയിൽ വികൃതമാക്കാൻ പറ്റുമോ ആ രീതിയിലാണ് കൊന്നു തള്ളിയത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ചുറ്റിക കൊണ്ട് തല അടിച്ചടിച്ച് കൊല്ലുക. കാമുകിയുടെ നമ്മൾ കണ്ടതാണ് ആ ഒരു ഫുട്ടേജുകൾ, നമ്മൾ കണ്ടതിന്റെ അവസ്ഥ വെച്ചാണ് നമ്മൾ പറയുന്നത്. അമ്മുമ്മയെ ഇതുപോലെ തന്നെയാണ് കഴുത്തിരിക്കുന്നത്, അമ്മയെ ഇതുപോലെ കഴുത്തുനിന്നിരിക്കുന്നു, തലയിലടിക്കുന്നു. ഞാൻ പറഞ്ഞ ശരത്, ഇയാൾക്ക് ആത്മഹത്യയൊക്കെ ചെയ്യണമെങ്കിൽ ഇയാൾക്ക് നേരത്തെയും ആകാമായിരുന്നല്ലോ. ഇയാൾക്ക് ബേസിക്കലി ജീവിക്കാൻ ആഗ്രഹം ഉള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും മൂഡ് സിങ്സ് വരുമ്പോ പോയി ആത്മഹത്യ ചെയ്യാന്ന് വിചാരിക്കും. എന്തോ എലിവേഷൻ മാത്രം കഴിച്ചിട്ടാണ് അന്ന് പോലീസിന് മുന്നിൽ അവൻ നേരത്തെ പോയി ആത്മഹത്യ ചെയ്യാമായിരുന്നു. അയാൾക്ക് മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയൊന്നുമില്ല. ഈസ് എ ബോൺ ക്രിമിനൽ, അതിനകത്ത് യാതൊരുവിധ സംശയമില്ല. ഇയാൾ ഇങ്ങനെയുള്ള ആളുകളോട് ഇപ്പൊ ആസ്ട്രൽ പ്രൊജക്ഷൻ നടത്തിയ കേഡൽ ഇതുപോലെ മാനസികാരോഗ്യ പ്രശ്നമുള്ള ഒരു വ്യക്തിയാണെന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നത് കോടതിയിൽ വലിയ വാദമായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ക്രിമിനലുകളെ, അതായത് അഫാനെ പോലെയുള്ള ഒരു തരത്തിലും മനുഷ്യകുലത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഈസ് എ സൈക്കോ കില്ലർ, ഈസ് എ സോഷ്യോപാത്ത്. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ യാതൊരു തരത്തിലുള്ള ഒരു അനുകമ്പയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് അഫാന്റെ അടുത്ത തട്ടിപ്പാണ് ഈ മാനസികാരോഗ്യം തനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നതൊക്കെ. ഇനി എന്തെങ്കിലും സെഡേഷൻ്റെയോ മരുന്ന്, ഡെഫിനറ്റ്ലി അയാൾ വെന്റിലേറ്ററിലായിരുന്നിരിക്കും, അതിന്റെ സെഡേഷന്റെ ഭാഗമായിരുന്നിരിക്കാം, ഇതൊക്കെ ആയിരുന്നിരിക്കാം. പക്ഷെ അതിന്റെ പേരിൽ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ നിയമത്തിന്റെ ഇളവുകൾ കൊടുത്തുകൊണ്ട് രക്ഷപ്പെടുത്താനുള്ള ശ്രമമോ അല്ലെങ്കിൽ ആ രീതിയിൽ ഇയാൾ രക്ഷപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പൊതുസമൂഹം അതിനെതിരെ പ്രതികരിക്കും. അത് എന്തായാലും ഓഡിറ്റ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ്. ഓർമ്മ മറക്കായിരിക്കും, പക്ഷെ നമ്മളൊന്നും മറക്കില്ല. എനിക്ക് തോന്നുന്നു ഈ സഹതാപ കാർഡ് ഇറക്കാൻ പറ്റിയ സംഭവം ഓർമ്മയില്ല. എനിക്കൊന്ന് മുംബൈ പോലീസ് സിനിമയ്ക്കകത്ത് പൃഥ്വിരാജ് കൊന്നതിന് ശേഷം അത് ഓർമ്മയില്ല എന്ന രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ സാധാരണക്കാർക്ക് ഒരു അനുകമ്പ തോന്നും, അയ്യോ അത് പൃഥ്വിരാജ് ഇപ്പൊ ആ ഓർമ്മയിലല്ലോ ചെയ്യുന്നത്. അങ്ങനെ അതുപോലെ ഒരു ക്രിയേഷൻ ആയിരിക്കുമല്ലോ. അപ്പൊ ഇവിടെയൊക്കെ ഇപ്പം നമുക്ക് നിയമവശമൊക്കെ സപ്പോർട്ട് ചെയ്യാനെല്ലാം തന്നെ അത് ആ രീതിയിലുണ്ടല്ലോ. അപ്പം ആ രീതികളിലൊക്കെ ആയിരിക്കും. എന്ത് തന്നെ ആയാലും ശരി തന്നെ കേരളക്കാരെ എന്തായാലും ഒരിക്കലും മറക്കില്ല. കാരണം നമ്മളെല്ലാം തന്നെ അത് കൈകാര്യം ചെയ്തത്, കേട്ടത്, ആ കണ്ട ദൃശ്യങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല. അതുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള അഫാൻ എക്സ്പോസ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഒരിക്കലും അഫാനൊപ്പമോ ഇപ്പൊ നമ്മൾ അഡ്വക്കേറ്റിന്റെ വാക്കുകൾ കേട്ടിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളല്ലല്ലോ. ശരത്തിനടുത്ത് അഡ്വക്കേറ്റ് ഇത് വിളിച്ച് പറയുന്നു, നമ്മൾ അതിനെ ഏത് രീതിയിലാണെന്ന് ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ വി ആർ റിപ്പോർട്ടിങ് ഇറ്റ്. പക്ഷേ ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് അഫാനോട് യാതൊരു വിധ അനുകമ്പയും ഇല്ല. ഏതെങ്കിലും ലൂപ്പ് ഹോളിലൂടെ അഫാൻ എന്ന് പറയുന്ന ബോൺ ക്രിമിനൽ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഈ സമൂഹത്തിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടുകയും നിയമത്തിന്റെ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും.